ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ മൊത്തം പന്നികൾ കയറി കിടക്കുന്നതല്ലാതെ ഈ മൃഗസംരക്ഷണ വകുപ്പുള്ള ഈ മന്ത്രിക്ക് എന്താണ് ജോലി? വലിയ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് ചടയമംഗലം. അവിടുത്തെ UDF സ്ഥാനാർത്ഥി MM നസീർ റിപ്പോർട്ടർ TVയുടെ ഒപ്പം ചേരുകയാണ്. കഴിഞ്ഞ വർഷത്തെ അതേ എതിരാളി തന്നെയാണ് ഇത്തവണയുള്ളത്. അപ്പോൾ എന്ത് പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത് ജനങ്ങളോട്? അത് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷവും MLA ആയി മന്ത്രിയായിരുന്ന വ്യക്തി ഈ മണ്ഡലത്തിന് അർഹിക്കുന്ന പരിഗണന കൊടുത്തിട്ടില്ല. ഈ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 45 വർഷമായി ഈ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഞാൻ ഇവിടെ മത്സരിച്ചെങ്കിലും എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ സജീവമായി മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ മണ്ഡലം ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു അനിവാര്യമായ മാറ്റത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് പ്രകടമായിരുന്നു. 9 പഞ്ചായത്തുകളിൽ 5 പഞ്ചായത്തുകൾ UDF നേടി. ജില്ലാ പഞ്ചായത്തുകളിൽ പ്രാതിനിധ്യം പോലും ചടയമംഗലത്തില്ലായിരുന്നു. പ്രാതിനിധ്യം ഉണ്ടായി. ബ്ലോക്ക് പഞ്ചായത്തിൽ 8 അംഗങ്ങളിലേക്ക് വന്നു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ 15,000 മേൽ ഭൂരിപക്ഷം നമ്മൾ നേടി. അത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനും അങ്ങനെ ഉണ്ടായിരുന്നു. MLA ഈ മണ്ഡലത്തെ അവഗണിച്ചു എന്നുള്ള പൊതുവികാരം തന്നെയാണ്. അത് ഞങ്ങളാരും UDF ഉയർത്തിയ വികാരമല്ല, പൊതുവികാരം തന്നെയാണ്. MLA പറയുന്നത് റോഡുകളൊക്കെ ഹൈടെക് ആക്കി ഏത് റോഡിലൂടെയും പോകാമെന്നൊക്കെയാണ് MLA പറയുന്നത്. അത് കേരളത്തിൽ പല റോഡുകളും ഹൈടെക് ആക്കി. കാരണം കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് ഫണ്ട് കിട്ടുന്ന സംസ്ഥാനം കേരളമാണ്. അതുകൊണ്ട് റോഡ് ഇതില്ല. ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ ഈ MLAയുടെ ശ്രമഫലമായി ഒരു റോഡ് ഇവിടെ ശ്രമിച്ചു. 2021 ബഡ്ജറ്റിൽ 5 കോടി രൂപ ബഡ്ജറ്റ് വകയിരുത്തിയ ഒരു റോഡ് ഇതിൻ്റെ തൊട്ടടുത്ത് കിടപ്പുണ്ട്. അത് ജനങ്ങൾ മൊത്തം വോട്ട് ബഹിഷ്കരിക്കുകയാണ്. ജനങ്ങൾ ആ ഏരിയയിൽ ഈ മന്ത്രിക്കെതിരായിട്ടുള്ള ഈ നടപടിക്കെതിരെ വോട്ട് ബഹിഷ്കരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ചർച്ചകൾ നടക്കുകയാണ്. അത് എന്തുമാത്രം ദുരിതം ആ പ്രദേശത്തെ ജനങ്ങൾ ഒരു 5-6 കിലോമീറ്റർ ദുരിതം അനുഭവിക്കുകയാണ്. മന്ത്രിയായിരുന്ന MLA ഒന്നും ചെയ്തിട്ടില്ല മണ്ഡലത്തിന് വേണ്ടി. ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന എന്തോ ഒരു മന്ത്രി ഇവിടെ ചെയ്യാൻ? മന്ത്രിയുടെ ഒരു സാന്നിധ്യം പോലല്ലോ. ഇവിടെ കുറച്ച് സ്ഥലങ്ങളിൽ മൊത്തം പന്നികൾ കയറി കിടക്കുന്നതല്ലാതെ ഈ മൃഗസംരക്ഷണ വകുപ്പുള്ള ഈ മന്ത്രിക്ക് എന്താണ് ജോലി? ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അങ്ങനെ ഒരു ആക്ഷേപം പറയുന്നതല്ല. പക്ഷേ 5 വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ടായിരുന്നു. കടയ്ക്കൽ താലൂക്ക് ആശുപത്രി എത്രയോ കാലങ്ങളായിട്ട് അത് ഈ നിലയിലിരിക്കുന്നു. പ്രയാർ ഗോപാലകൃഷ്ണനാണ് താലൂക്ക് ആശുപത്രിയാക്കിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം പോയി. അദ്ദേഹത്തിന് അടുത്ത ടൈം കിട്ടിയില്ല. താലൂക്ക് ആശുപത്രി പറഞ്ഞാൽ അതിൻ്റെ സ്റ്റാഫ് പാറ്റേണുണ്ട്, ഡോക്ടർമാരുണ്ട്, ഇത്രയും സ്റ്റാഫുകളൊന്നുണ്ട്. അവിടെ കുറച്ച് ആളുകളെ വഴിവിട്ട് നിയമിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റി. അതിനപ്പുറത്തൊരു സഹകരണ ആശുപത്രിയെ വളർത്താൻ വേണ്ടി ഇതിനെ കൊന്നു. റവന്യൂ വകുപ്പിൻ്റെ ഭൂമി തൊട്ട് ചേർന്ന് 33 സെൻറ്റ് കാതലായ ഭൂമി കിട്ടിയിട്ടും ഒരു വികസന പ്രവർത്തനം നടത്തിയില്ല. ഈ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും വലിയൊരു പഞ്ചായത്താണ് വെളുന്നല്ലൂർ പഞ്ചായത്ത്. അവിടെ എഴുകോൻ നാരായണൻ MLA ആയിരുന്ന സമയത്ത് ഈ ചടയമംഗലത്തിൻ്റെ അല്ല നെടുവത്തൂരിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് ഒരു ഫയർ സ്റ്റേഷൻ അനുവദിച്ചു. ആ സ്ഥലം ഇന്ന് കാട് കയറി കിടക്കുകയാണ്. പന്നി കൂട് വെച്ച് കിടക്കുക. ഈ പ്രയാറിന് ശേഷം ഇവിടെ MLA ഉണ്ടായിട്ടില്ല UDFന്. അപ്പോൾ ഇത്തവണ അത് മാറ്റം ഉണ്ടാവും, ഉറപ്പായിട്ട് മാറും. കാരണം ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ജനങ്ങളുടെ പൊതുവികാരം ഒരു മാറ്റം വേണം. അധികാര കുത്തകയാക്കി ഇനി ഇത് കൊണ്ടു കിടക്കാൻ പറ്റില്ല. രാഷ്ട്രീയം മാറിപ്പോയി. ജനങ്ങൾക്ക് പല ആവശ്യങ്ങളുമുണ്ട്. ഇപ്പോൾ താലൂക്കിൻ്റെമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു തരത്തിലും ഒരു തീരുമാനം എടുത്തിട്ടില്ല. ചടയമംഗലത്ത് മടത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കൊട്ടാരക്കര പോകണമെങ്കിൽ 44 കിലോമീറ്റർ. ചടയമംഗലം താലൂക്ക് വേണം. ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ഒരു താലൂക്ക് വേണം. അത് എവിടെയെന്നുള്ളത് അത് പൊതുജന അഭിപ്രായത്തിനനുസരിച്ച് അല്ലെങ്കിൽ ജനപ്രതിനിധികളുടെ പൊതു തീരുമാനത്തിനനുസരിച്ചാണ്. എവിടെയായാലും ചടയമംഗലം നിയോജക മണ്ഡലത്തിനകത്ത് ഒരു താലൂക്ക് ആവശ്യമാണ്. ഇപ്പോൾ വർക്കല താലൂക്ക് വന്നു, കാട്ടാക്കട താലൂക്ക് വന്നു, പുനലൂർ താലൂക്ക് വന്നു. അങ്ങനെ താലൂക്കുകൾ ധാരാളം വിഭജിച്ച് വന്നു ജനങ്ങളുടെ സൗകര്യാർത്ഥം. അവഗണന ഉണ്ടായി. മാത്രമല്ല കേരളത്തിൽ ഇത്രയും ദൂരമുള്ളൊരു താലൂക്ക് ആസ്ഥാനം വേറെ ഇല്ല. എന്തായാലും വികസനത്തിന് വേണ്ടി ജനം UDFന് വോട്ട് ചെയ്യും. മന്ത്രിയും MLA ഒക്കെ ആയിരുന്ന ചിഞ്ചുറാണി മണ്ഡലത്തിന് വേണ്ടി ഒരു വികസന പ്രവർത്തനവും ചെയ്തിട്ടില്ല എന്നാണ് UDF സ്ഥാനാർത്ഥി പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കരൻ, റിപ്പോർട്ടർ കൊല്ലം.